വിവാഹ ജീവിതം വിജയപ്രദമാകണമെങ്കിൽ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യം ഹൃദയവിശുദ്ധി, രണ്ടാമത്തെ കാര്യം നിയോഗശുദ്ധി. പല ലക്ഷ്യങ്ങളോടെ വേണമെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ആ രീതിയിൽ മാതാപിതാക്കൾ മക്കളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചേക്കാം. പക്ഷെ അവിടെയെല്ലാം ഹൃദയവിശുദ്ധിയും നിയോഗശുദ്ധിയും ഇല്ലെങ്കിൽ ആ വിവാഹം വിജയം കാണണമെന്നില്ല. എനിക്കറിയാവുന്ന ഒരു യുവാവ് വിവാഹിതനായി. അവൻ്റേതായിട്ടുള്ള പ്രതീക്ഷകൾ, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാമായിട്ട് അവൻ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി തൻ്റെ ഭാര്യയെ സമീപിക്കുക. ഇനി അവൾ തിരിച്ചുവനോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ മേത്ത് സ്പർശിക്കരുത്. ഞാൻ കല്യാണം കഴിഞ്ഞ് മുമ്പോട്ട് വന്നത് നിൻ്റെ കൂടെ പൊറുക്കാനൊന്നുമല്ല, എൻ്റെ മാതാപിതാക്കളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇവൾക്ക് മറ്റൊരാളുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. അത് വീട്ടുകാർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇനി അതുകൊണ്ട് അവർ വിസമ്മതിച്ചു. കുറേ കാലം അവൾ കാത്തിരുന്നു, വീട്ടുകാർ കാത്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവരുടെ മനസ്സിൽ കൂടെ പോയൊരു ചിന്ത, ഇവിടെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാം. കുറച്ച് കഴിയുമ്പം പഴയ കാര്യങ്ങളൊക്കെ മറന്നോളും. അതെല്ലാം വിട്ടിട്ട് ഈ വിവാഹ ജീവിതമായി സന്തോഷത്തോടെ മുമ്പോട്ട് പോയിക്കൊള്ളും. ഇതായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ സംഭവിച്ചത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ആദ്യ രാത്രി ഇങ്ങനെ പറഞ്ഞെങ്കിലും അവൻ വേറെ ആരോടും പറഞ്ഞില്ല. അവൻ വിചാരിച്ചു അവൾക്ക് മാറ്റം വരും. ഇനി അതിനുവേണ്ടി അവൻ കാത്തിരുന്നു, അതിനുവേണ്ടി അവൻ പ്രാർത്ഥിച്ചു. 6 മാസം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും കണ്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ മാതാപിതാക്കളോട് ഇക്കാര്യം പറഞ്ഞു. അവർ ഇവളുടെ മാതാപിതാക്കളോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ അവളുടെ മാതാപിതാക്കൾ സൂചിപ്പിച്ചൊരു കാര്യം, നിങ്ങൾക്ക് എന്ത് കോമ്പൻസേഷൻ വേണമെങ്കിലും ചോദിക്കാം, ഞങ്ങളത് തരും. കാരണം ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. ഞങ്ങൾ വിചാരിച്ചു അവൾ മനസ്സ് മാറും, അവൾ ഈ വിവാഹ ജീവിതം എടുത്തുകൊള്ളും, സന്തോഷപ്രദമായിട്ടുള്ളൊരു വിവാഹ ജീവിതത്തിലേക്ക് അവർ വന്നുകൊള്ളും എന്നാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി. അപ്പോൾ അതുകൊണ്ട് എന്ത് കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടാലും അത് ഞങ്ങൾ തന്നിരിക്കും എന്നാണ് പറഞ്ഞത്. അവസാനം ഇവൻ മറ്റൊരു വിവാഹത്തിലേക്ക് പോകേണ്ടി വന്നു. കല്യാണം കഴിച്ച് ഒരു ദിവസം പോലും ഭാര്യയോടൊത്ത് ദാമ്പത്യബന്ധം പുലർത്തിയില്ലെങ്കിലും അവൻ 2ാം കെട്ടുകാരനായി മാറി. പറയുണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിന് ഹൃദയശുദ്ധി പോലെ നിയോഗശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യസന്ധമല്ലാത്ത ഹൃദയത്തോടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ, ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞോ ഉള്ള കാര്യങ്ങൾ അത് മൂടി വെച്ചോ ഒക്കെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാലും ആ വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാകണമെന്നില്ല. വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, സത്യസന്ധമല്ലാത്ത ഹൃദയത്തിൽ ഒരു കൂദാശയും ഒരു ഫലവും പുറപ്പെടുവിക്കില്ല. പറയുണ്ട്, ഹൃദയം സത്യസന്ധമായിരിക്കണം. സത്യസന്ധതയോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂടെ ദൈവമുണ്ടാകും, ദൈവാനുഗ്രഹമുണ്ടാകും. അതാണ് അവരുടെ വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാക്കേണ്ടത്. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു ശിമയോനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പത്രോസ് അവനോട് പറഞ്ഞൊരു കാര്യം, നിൻ്റെ ഹൃദയം ശുദ്ധമല്ല. അവന് ശുദ്ധ ഹൃദയമില്ലായിരുന്നു, ശുദ്ധ നിയോഗമില്ലായിരുന്നു. പണം കൊടുത്ത് വരം വാങ്ങാൻ വന്ന ഒരു വ്യക്തിയാണ് ഈ ശിമയോൻ. ഇനി അവനോട് പത്രോസ്ലിയ പറഞ്ഞൊരു കാര്യം, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിനക്ക് നാശം വരാതിരിക്കാൻ. പറയുണ്ട്, നിയോഗശുദ്ധിയില്ലാതെ ഹൃദയശുദ്ധിയില്ലാതെ ഏതൊരു കാര്യത്തിലേക്ക് പോയാലും അത് വിജയം കാണണമെന്നില്ല. മാത്രമല്ല അതിൻ്റേതായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതേ ഉള്ളൂ. പറയുണ്ട്, വിവാഹം ഒരു കൂദാശയാണ്, ദൈവം സ്ഥാപിച്ച ഒന്നാണ്. അതിനെ നാം സമീപിക്കുന്നത് ശുദ്ധ ഹൃദയത്തോടെ ആയിരിക്കണം, ശുദ്ധ നിയോഗത്തോടു കൂടി ആയിരിക്കണം. 1 കൊറിന്തോസ് 10-ാം അധ്യായം 31-ാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്താലും, ഭക്ഷിക്കുന്നതോ പാനം ചെയ്യുന്നതോ വിവാഹം ചെയ്യുന്നതോ മറ്റെന്തോ ആകട്ടെ, ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. അങ്ങനെ ഒരു ശുദ്ധ നിയോഗം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ വരും, നമ്മുടെ വിവാഹ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. ഈ ഒരു ബോധ്യം ഏറ്റെടുത്തുകൊണ്ട് അത് നിറവേറ്റുവാൻ വേണ്ട ആ ഒരു കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. നമ്മളിന്ന് ഒരു പൊതു നിയോഗമായിട്ട് വയ്ക്കുന്നത്, നിയോഗശുദ്ധിയില്ലാതെ വിവാഹിതരായ വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിലെ ദൈവകൃപയുടെ നിറവ് അല്ലെങ്കിൽ ആ കുറവ് അത് പരിഹരിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ,
എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.